നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് BJP നേതാവ് ശ്രീ തമ്പാനൂർ സതീഷാണ്. നമസ്കാരം. ഈ ഡോക്ടർ ഡി ഗോപാലകൃഷ്ണൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാണ്. അദ്ദേഹം ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്. മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറെ നാളുകളായി മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട MLA ഇത് ക്ഷേത്രത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ശബരിമല കൊള്ള പോലെ തന്നെ ഗുരുവായൂരിലും വലിയ കൊള്ള നടക്കുന്നു. ഇത് തടയാൻ അവിടെ ഒരു ഹിന്ദു MLA വേണം എന്നാണ്. ഇത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതൊരു വർഗീയ പരാമർശമാണ്. അവിടെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തി, ചട്ടലംഘനം നടത്തി എന്ന ആരോപണം ഉയർന്നു. പക്ഷേ അങ്ങനെയാണ് എങ്കിലും BJP അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. മാത്രമല്ല BJP ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ സുതാര്യത വേണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടി കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം BJPയുടെ ഈ വരും കാലങ്ങളിൽ? ഇതൊരു വി ഗോപാലകൃഷ്ണൻ ഉയർത്തിവിട്ടതൊരു നയം മാറ്റമാണ്, നയം കടുപ്പിക്കലാണ്. അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം മാത്രമല്ല, അവിടെ കഴിഞ്ഞ എത്രയോ വർഷക്കാലം ഒരു മതവിഭാഗത്തിന്റെ MLA നോക്കാൻ നടന്നത്. ഏറ്റവും ലോകപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാര ലംഘനങ്ങൾ നടക്കുന്നു. പരിസരങ്ങളിൽ ഈ ക്ഷേത്രത്തിന് അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പലരും ചെയ്യുന്നു. അതിന് പരാതി കൊടുക്കാൻ പോയ പരാതികൾ സ്വീകരിക്കുന്നില്ല. ആ സ്വീകരിച്ച പരാതികൾ മിക്കവാറും സംഭവിക്കുന്നത് ആ ചെയ്ത തെറ്റ്, ഗുരുതരമായി തെറ്റിയത്, മതം നിന്നരിയത്, ഗുരുവായൂരപ്പനെ ആക്ഷേപിച്ച അത്തരം ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് മനോരോഗിയായി ചിത്രീകരിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു തന്ത്രമാണ് ആക്ഷേപിച്ചത്. അതുപോലെ ഹൈക്കോടതി തന്നെ ഒരു കേസ് പോയപ്പോൾ ചോദിച്ചിങ്ങനെ എല്ലാവരും നിങ്ങളിങ്ങനെ ബുദ്ധിമാന്യമുള്ളവരാക്കി മാറ്റി രക്ഷപ്പെടുത്തുന്നത് ശരിയല്ല എന്ന്. അങ്ങനെ നമ്മുടെ ഈ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദു ഐക്യ വേദി അവരുടെയൊക്കെ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമായി ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. നമ്മൾ ഇന്ത്യ മഹാരാജ്യക്കും വിഭജിക്കപ്പെടുകയും അത് ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രങ്ങളാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം കേരളത്തില് തിരുവിതാംകൂറിൽ മാത്രം 1248 ക്ഷേത്രങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നെ ഉണ്ടാക്കിയതാണ്. 1950 സെൻട്രൽ ഗവൺമെന്റുമായി ആലോചിച്ച് നാട്ടുരാജ്യങ്ങൾ ചർച്ച ചെയ്ത് ഗ്യാരണ്ടി ഉണ്ടാക്കിയാണ് അതിന്റെ ആചാരങ്ങൾ ലംഘനമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോടുള്ള ഉറപ്പോടുള്ള ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയാണ് 1248 ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ രജിസ്റ്റർ ചെയ്ത് ദേവസ്വം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വത്വമാണ് ആ തരത്തിലേക്ക് രൂപം കൊടുത്തു. അതുപോലെ തന്നെ മലബാർ ദേവസ്വം, അത് 1956 അവിടെ 1401 ക്ഷേത്രങ്ങൾ അവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം, ആ ക്ഷേത്രത്തിൽ 405 ക്ഷേത്രങ്ങൾ ഉണ്ട്. അതും 1950 ആക്ട് പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഓരോ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ വെച്ചാൽ നമുക്ക് ഇപ്പൊ പേരെടുത്ത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം മഹാക്ഷേത്രങ്ങളാണ്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, ശബരിമലയുണ്ട്, വടക്കുനാഥ ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മ ക്ഷേത്രമുണ്ട്, ചോറ്റാനിക്കരയുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പരശുരാമ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങൾ ഇഷ്ടംപോലുണ്ട്. ആറന്മുള ക്ഷേത്രമുണ്ട്, ചോറ്റാനിക്കര ക്ഷേത്രമുണ്ട്, പിന്നെ മുത്തപ്പ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി സുബ്രഹ്മണ്യ ക്ഷേത്രം, അവിടുത്തെ തന്നെ തളിപ്പറമ്പിലുള്ള മുത്തപ്പ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നമ്മൾ പേര് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഏകദേശം 1000കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഇന്ന് സംഭവിക്കുന്നത് ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കപ്പെടുന്നു. അത് വരുന്ന സർക്കാരുകൾ, LDF സർക്കാർ വന്നാലും UDF സർക്കാർ വന്നാലും ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കപ്പെടുന്നില്ല. ആചാരങ്ങൾ നടത്തുമ്പോൾ ആചാര ലംഘനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കുന്നു.
പൂജാരിമാര് അല്ലെങ്കിൽ തന്ത്രികളെ അവഗണിക്കുന്നു, അവരുടെ ആജ്ഞകൾ അനുസരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ക്ഷേത്രങ്ങളിൽ എടുത്തിട്ടുള്ള പല ആളുകൾക്കും, ജീവനക്കാരായിട്ട് എടുത്തിട്ടുള്ളവർക്കും അക്ഷരാഭ്യാസം പോലും ഉണ്ടെന്ന് സംശയം. ഒരു അർച്ചന എഴുതാൻ ഒരു ഭക്തൻ പോയാൽ രത്നമ്മാന്ന് എഴുതാൻ പറഞ്ഞാൽ കുഞ്ഞമ്മാന്ന് എഴുതുന്ന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു. ഞാൻ അവരോട് പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടുള്ളത് ഇതിനകത്ത് QR കോഡ് വെച്ച് ഫണ്ട് ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് പോയില്ലെങ്കിൽ കോടികളുടെ അഴിമതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം തുടങ്ങിയ ഇതല്ല. കാരണം റെക്കോർഡിങ്ങില്ല. ദേവസ്വത്തിന്റെ ഭഗവാന്റെ ചാർത്തുന്ന ആഭരണങ്ങൾ ആളുകൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ വകയായിട്ട് അവരുടെ ഭഗവാന് സമർപ്പിക്കുന്ന തിരുവാഭരണങ്ങളൊക്കെ മോഷണം പോവുകയാണ് ചെയ്യുന്നത്. ഇത് ആരൊക്കെ എടുക്കുന്നെന്ന് ചോദിച്ചാൽ വർഷങ്ങളായിട്ടുള്ള നടന്നു വരുന്ന ഒരു കളവുകളാണ്. 1-2 ദിവസത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തെ 10 വർഷത്തെ കാലയളവിലല്ല. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക ബുക്ക് മാത്രം പോരാ. അതിന് കമ്പ്യൂട്ടറൈസ് ചെയ്തും അത് ഡിജിറ്റൽ ചെയ്തൊക്കെ വ്യക്തമായ അതിന് രേഖയുണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങളിലും അക്ഷരാഭ്യാസമുള്ളവർ ഇരുത്തി അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അർച്ചന രസീതുകളും ഫണ്ട് എല്ലാം നമ്മളെ എന്താ പറയുക രേഖാമൂലം കൈകൊണ്ടുള്ള കറൻസി അല്ലാത്ത രീതിയിൽ പോകണം. കാരണം ഇതൊന്നും കണക്ക് വരുന്നില്ല. അപ്പം ആഭരണം തട്ടിപ്പും പണം തട്ടിപ്പും ദേവസ്വം ബോർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പല ക്ഷേത്രങ്ങളും ക്ഷയിച്ചുകൊണ്ടിരിക്കുക, ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നു, ഉത്സവം നടത്താൻ പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് പൂരം, തൃശ്ശൂർ പൂരം. ആ പൂരം നടത്തുന്നത് പോലും പല ഘട്ടങ്ങളിലും അത് അലങ്കോലമാക്കാൻ പുറത്തു നിന്നുള്ള ചില ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ആചാരങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളെ ക്ഷയിപ്പിക്കുക, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കുക, ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക. അത്തരം കാര്യങ്ങളൊക്കെ പല അജണ്ടകൾ ഇട്ടുകൊണ്ട് ചില മതസംഘടനകൾ അവരുടെ രാഷ്ട്രീയ സംഘടനയൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അപ്പം നമുക്കിതിനകത്ത് പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിരുന്നാലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആയിരുന്നാലും കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ഇപ്പോ ഈ വലിപ്പച്ചെറുപ്പമില്ല, ശബരിമലയിൽ കൊള്ള നടന്നു മാത്രമല്ല, ഏറ്റവും ചെറിയ ഇപ്പൊ എന്റെ നാട്ടിലെ ഒരു അമ്പലത്തിൽ ഓഡിറ്റ് നടന്നപ്പോൾ 23 ലക്ഷം കാണാൻ. അപ്പം ഇമാതിരിയുള്ള തട്ടിപ്പുകൾ, ആ തട്ടിപ്പുകൾക്ക് അതെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നതല്ലേ, രാഷ്ട്രീയമായ ഇടപെടലുകൾ അതിനാവശ്യം. തീർച്ചയായിട്ടും അതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പല ജീവനക്കാരും വിശ്വാസികളല്ല, അവര് അവിശ്വാസികളാണ്. അവർ ഹിന്ദു വിശ്വാസത്തെ സീരിയസ് ആയിട്ട് കാണുന്നവരല്ല. അവര് ക്ഷേത്രത്തിൽ കയറി ആചാരമനുസരിച്ച് ചിലപ്പം അതിന് യൂണിഫോം ഇടുമെങ്കിലും അവരെ പലപ്പോഴും രാഷ്ട്രീയ ചിഹ്നങ്ങളിട്ട മാലകൾ ഇട്ടുകൊണ്ട് പോയി അമ്പലത്തിൽ കയറി കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും അതുപോലെ ദേവന്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളിപ്പിന് അവർക്ക് അങ്ങനെ ഒരു കൈകൂപ്പി നിൽക്കുന്ന ഒരു പരിപാടിയില്ല. എങ്ങനെ മന്ത്രി പോലും ആചാരലിംഗനം നടത്തുമ്പോൾ ജീവനക്കാരുടെ പരാതി പറഞ്ഞ് എവിടെ പോകാന്? അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും അത് ആചാരലിംഗനം നടക്കുന്നു എന്നുള്ള സത്യമല്ല. ഇവിടെ തീർത്ഥം കൊടുക്കുന്ന പരിപാവനമായ ദേവന്റെ ദേവിയുടെ തീർത്ഥം കൊടുക്കും, ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ തളിക്കുന്ന ഒരു ആചാരമാണ്. അത് കൈയടി കളയുന്ന അവസ്ഥയിലേക്കാണ് മന്ത്രിമാർ നേതൃത്വം കൊടുക്കുന്നത്. മന്ത്രിമാർ അത് കാണിച്ചു കൊടുക്കുകയാണ് ജീവനക്കാർക്കും കൂടെ. അപ്പൊ പല സ്ഥലത്തും ആ തിരുവാഭരണങ്ങൾ മോഷണം പോകുമ്പോഴും അവരെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്. അത് LDFന്റെയും UDFന്റെയും നേതാക്കൾ മാറി മാറി വരുമ്പോൾ അവരാണ് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നത്. അത് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ആർട്ടിക്കൽ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് ആർട്ടിക്കൽ 30, അതായത് ആർട്ടിക്കൽ 30. അത് നെഹ്റുവിന്റെ കാലത്ത് ഈ നിയമം കൊണ്ടുവരാനുള്ള ശ്രമം നടന്നപ്പോഴാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനീയനായ നമ്മളെ പട്ടേൽജി പറഞ്ഞ പറ്റത്തില്ല, ഇത് ബഹുഭൂരിപക്ഷം വന്ന ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് പാഠശാല നടത്താൻ പറ്റില്ല, വേദങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല, മന്ത്രങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല,
ഒരു വകയും വിദ്യാലയം പോലുള്ള പഠിത്തം നടത്താനുള്ള അവകാശം ഹിന്ദുക്കൾക്കില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യൻ സംഘടനകൾക്കും പാഠശാല ഉണ്ട്. അതാണ് മദ്രസ. മദ്രസ എന്ന് പറയുന്നത് നടക്കുന്നത് ഈ ആർട്ടിക്കിൾ 13 വച്ചിട്ടാണ് മദ്രസകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കോൺവെന്റുകൾ പ്രവർത്തിക്കുന്നതും ഇതുപോലെ ആർട്ടിക്കിൾ 13 വെച്ചാണ്. അപ്പം ഹിന്ദുക്കൾക്ക് ഉദാഹരണമായിട്ട് പറയാം, ഒരു സ്കൂളിൽ വന്നിച്ച് കാലിൽ വീണൊരു മുതിർന്ന ഒരു അധ്യാപകനെ തൊഴുതതിന് പേരിൽ ആ ക്ഷേത്രം തന്നെ പറയാം സ്കൂളിനെ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും അവിടെ കയ്യേറ്റം ചെയ്യുകയും അധ്യാപകരെ നടപടിയെടുക്കുന്ന ആവശ്യപ്പെടും. പക്ഷെ CBSE സ്കൂൾ ആയതുകൊണ്ട് രക്ഷപ്പെടും. അത് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളായിരുന്നുവെങ്കിൽ അത് എല്ലാവരെയും സസ്പെൻഡ് ചെയ്ത് പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്യും, മാനേജ്മെന്റ്. ഇടയ്ക്ക് തന്നെ വേറൊരു ഉദാഹരണമുണ്ട്. ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയതിന്റെ പേരിൽ മാനേജറെ സസ്പെൻഡ് ചെയ്തു, അവിടുത്തെ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തു. അതേപക്ഷെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ പലയിടത്തും പല മതങ്ങളുടെയും പേരിൽ മന്ത്രവും പൂജയും നടത്തുമ്പോൾ, ആരാധന നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് നടപടിയില്ല, അതിനെക്കുറിച്ച് ഒന്നുമില്ല. പക്ഷെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പ്രദർശിപ്പിച്ചാൽ അത് മതനിന്ദയായി, പ്രശ്നങ്ങളായി, രൂക്ഷമായ സമരമായി ഇവിടെ രാഷ്ട്രീയ DFI ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സംഘടനകളുടെ ശക്തമായ ബഹളം നടക്കുകയാണ്. അപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ആർട്ടിക്കിൾ 13 കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കണം. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്നുണ്ടാവും, ഉറപ്പായിട്ടും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ദേവസ്വം ബോർഡ്. ഇത് ഇന്ന് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഒരു വർഷത്തിൽ 2 ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം, മഹാക്ഷേത്രമാണ്. ആ മഹാക്ഷേത്രത്തില് ആറാട്ട് നടക്കുമ്പോൾ അവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ആ ദിവസം അടച്ചിടും ഒരു ഭാഗം. ആ അടച്ചിടുന്നത് പാടില്ല എന്ന് അത് ഇന്ത്യ ഗവൺമെന്റിനെ കൈമാറുമ്പോൾ തന്നെ അത് നിയമപരമായിട്ട് എഴുതി തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതുപോലും പാടില്ല എന്ന് പറയുന്ന ചില ഛിദ്രശക്തികൾ, ജമാഅത്തെ ഇസ്ലാമി പോലെ സംഘടനകളെ പിന്താങ്ങി അവരെ ഫണ്ട് വാങ്ങിക്കുന്ന ആളുകൾ ഇത്തരം പ്രചരണം നടത്തുന്നുണ്ട്. എന്തിനു പറയുന്നു? പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള പലരും, അത് പുരുഷൻ മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അവരൊക്കെ ഇത്തരം ഫണ്ടുകൾ വാങ്ങിക്കൊണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരുടെ ഒരു കാര്യം പറയാം, ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു ആചാരങ്ങളെയും നിരന്തരം ചാനലുകളിലും മറ്റു ഇതൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം ആളുകളെ നേരിടുവാനുള്ള ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം അത് നിയമപരമായിട്ടും പോകും. കാരണം എന്നും ആക്രമിക്കേണ്ട ഒരു ഉപകരണവും അല്ലെങ്കിൽ ഒരു അല്ല ഹിന്ദു ധർമ്മവും സനാതന ധർമ്മവും. ഇത് ഒരു ആക്ഷേപം മാത്രമല്ല. ഒരു ക്ഷേത്രം ഈയിടയ്ക്ക് ഒരു പത്രപ്രവർത്തകൻ പറയുന്ന കേട്ടു, ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനത്തിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തണം. അവിടെ നിരന്തരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തജന എല്ലാ ക്ഷേത്രങ്ങളും നിറയുന്നു, എല്ലാ ക്ഷേത്രങ്ങളും ആരാധനയ്ക്ക് എത്തുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ മനസ്ഥിതി എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഫണ്ട് വാങ്ങി തിന്ന ഇത്തരം പത്രപ്രവർത്തകർ വളരെ ചുരുക്കം ആൾക്കാരാണുള്ളത്. വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരുണ്ട്. നിങ്ങളെപ്പോലുള്ള വളരെ പ്രഗത്ഭനായ വിശ്വാസത്തിന്റെയും എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് കുമാർജി. അദ്ദേഹത്തിനെ പോലുണ്ട്. പക്ഷേ വളരെ മോശമായ ഫണ്ട് മാത്രം വാങ്ങി, ജമാഅത്തെ ഇസ്ലാമിന്റെ ഫണ്ട് വാങ്ങി, ഭീകര സംഘടനയുടെ ഫണ്ട് വാങ്ങി, അതുപോലെ ജോർജ് സോറസിന്റെ ഫണ്ട് വാങ്ങി ആ ശിഷ്ടം തിന്നിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു ആചാരങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ, മോശപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചു പോയാൽ അവർക്കെതിരെയും നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഇതിനകത്ത് മാറ്റം വരുത്തണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. കാരണം ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ പാർട്ടി പ്രവർത്തകര് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ ഇനി എല്ലാം കൈയും കെട്ടി ഇരിക്കുമെന്നും ചിന്തിക്കേണ്ട. ഹിന്ദു വിശ്വാസികൾ ഇത്തരം ആളുകളെ നോക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെയൊന്നും എളുപ്പത്തിൽ തീരില്ല. അനാവശ്യങ്ങൾ വിളിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു ധർമ്മത്തെയും പറഞ്ഞാൽ ഒരു നിവർത്തിയില്ലെങ്കിൽ കർണക്കുറ്റി കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഭക്തജനങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും. ഈ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളിലൊന്നാണ് വിശ്വാസ സംരക്ഷണം. ഇപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. BJP ഒരു 11 സീറ്റുകൾ വരെ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് എക്സിറ്റ് പോളുകൾ 14 വരെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു ശരാശരി എടുത്താൽ 5 ആ രീതിയിലാണ്. 4 മുതൽ
5 സീറ്റുകൾ വരെ എന്ന രീതിയിലാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അപ്പോഴും ഭരണത്തിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ എത്താൻ BJP കഴിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ക്ഷേത്ര സംരക്ഷണ പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണം എന്ന അജണ്ടയുമായി? അതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇതുവരെ നിലവിലിരിക്കുന്ന നെഹ്റു കൊണ്ടുവന്ന് പട്ടേൽ എതിർത്ത് നെഹ്റു അദ്ദേഹത്തിന്റെ മനശേഷം കൊണ്ടുവന്ന ആർട്ടിക്കിൾ 13 കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയാൽ അതിന്റെ പകുതി പ്രശ്നം തീർന്നു. ആ റദ്ദാക്കലോട് തന്നെ പുതിയ നിയമം അതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയും. അതോടുകൂടി തന്നെ ഇവിടെ ഹിന്ദുക്കളെ എതിർത്ത് പറഞ്ഞാലും മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം, ഹിന്ദുവിനെയായിരുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനായാലും മുസ്ലിമിനെയും നമ്മൾ മോശമായി പറയുന്നില്ല. പക്ഷേ എല്ലാവരും ആക്രമിക്കുന്നത് പത്രപ്രവർത്തകരായിരുന്നാലും പൊതുസമൂഹത്തിലെ ചില ആളുകളും ഫണ്ട് വാങ്ങിക്കുന്നവരും ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും ഗായകരായി പോകുന്ന ചില ആളുകളും അത്തരം ആളുകളൊക്കെ ഫണ്ടും വാങ്ങിച്ചിട്ട് ഹിന്ദു സമൂഹത്തിനെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ആക്ഷേപിക്കുമ്പോൾ അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, നിയമങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ആർട്ടിക്കിൾ 13 ആദ്യം പിൻവലിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കടക്കാൻ കഴിയൂ. അത് എന്തായാലും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ബഹുമാനീയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാറ് ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ഭംഗിയായി തീർക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിഭാഗങ്ങളെ ആക്ഷേപിക്കുകയോ വേദനിപ്പിക്കുകയോ അദ്ദേഹം മോശമായി പറയുകയും ചെയ്യുന്ന ഒരാളല്ല. നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഒരു നേതാക്കളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളെ നമ്മളെ വെല്ലുവിളിക്കുന്നതല്ലാതെ മതസംഘടന ആളുകളെ വെല്ലുവിളിക്കാറൊന്നുമില്ല. പക്ഷെ പലയിടത്തുനിന്നും തിരിച്ചു കിട്ടുന്നത് ഇതിനകത്ത് BJPക്ക് ഒരു സീറ്റും കിട്ടില്ലാന്ന് വെല്ലുവിളിക്കുന്ന പത്രപ്രവർത്തകർ. അവർക്ക് എന്താണ് ഇത്ര ആവേശം? എന്താണ് നമ്മളുള്ള അയോഗ്യ? ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ സീറ്റ് ലഭിക്കില്ല എന്ന് വെല്ലുവിളിച്ച് പറയുന്ന വനിതകളുണ്ട്, പുരുഷന്മാരായിട്ടുള്ള പത്രപ്രവർത്തകരുണ്ട്. എന്ത് അജണ്ടയാണ് അവരെ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ലാഭം എന്താണ്? ഇവരുടെ സാമ്പത്തിക സ്രോതസ് പരിശോധിക്കേണ്ടതായി വരും, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കേണ്ടതായി വരും, ഇവരെ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ബാങ്കിങ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് അവർ അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ വച്ച് അവസാനിപ്പിക്കും. ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു വിശ്വാസത്തിനെയും കടന്നാക്രമിച്ചാൽ തിരിച്ചതേ നാണയത്തിൽ നിയമപരമായും അല്ലാതെയും ഇതിനകത്ത് തിരിച്ചടി ഉണ്ടാവും. അത് ഉറപ്പാണ്. അപ്പൊ ഈ പൂരമടക്കം, പൂരത്തെ ഈ വെടിക്കെട്ടടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിൽ വെടിക്കെട്ട് നിരോധിക്കണമെന്നൊരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ BJP എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? വെടിക്കെട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തൃശ്ശൂർ സ്വന്തം പൂരം നിർത്താൻ പറയുക എന്നുള്ളത് തൃശ്ശൂരുള്ള ജനതകളുടെ ആത്മധൈര്യം പറയുന്ന വീഡിയോ. അവരെ മനസ്സിനും ശരീരത്തിലും അവരുടെ ചിന്തയിലും അവരുടെ തലച്ചോറിലുമൊക്കെ തൃശ്ശൂർ പൂരം, അത് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ അഭിമാനത്തോടു കൂടിയാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളതിനകത്ത് നമ്മൾ അഭിമാനത്തോടുകൂടി ആ ഉത്സവം കാണാൻ ആഗ്രഹിക്കുന്നു. ലക്ഷക്കണക്കിന് മലയാളികൾ മാത്രമല്ല, ലോകത്തെ പലരും അവിടെ ആ ദിവസങ്ങളിൽ നിന്ന് തൃശ്ശൂർ പൂരം കാണാറുണ്ട്. പക്ഷേ ഈ വെടിക്കെട്ടുമായി സംബന്ധിച്ച് ചെയ്യേണ്ടത് ഇതിനകത്ത് കുറച്ചും കൂടെയൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. പടക്കം നിർമ്മാണത്തിൽ ഇതിനകത്ത് പുതിയ ടെക്നോളജിയുള്ള പടക്കങ്ങൾ നിർമ്മിക്കണം. പഴയ പ്രാചീന കാലത്തുള്ള പടക്കങ്ങൾ നിർമ്മാണം മാറ്റിവെച്ചിട്ട് ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള പടക്കങ്ങളും വർണ്ണപ്പടക്കങ്ങളും സൃഷ്ടിച്ചാൽ അപകടത്തിന്റെ ഒരു 80% കുറയ്ക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഉത്സവ കമ്മിറ്റിക്കാർ, അത് നിർമ്മിക്കുന്നവരൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം, ടെക്നോളജിയിൽ മാറ്റം വരുത്തി ചെയ്താൽ വെടിക്കെട്ട് വേണം. പക്ഷെ അത് നമ്മുടെ ആചാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ക്ഷേത്രത്തിൽ നമ്മൾ ഒരു വെടിക്ക് പൈസ കൊടുക്കുന്നത്, ഒരു വെടി വയ്ക്കാൻ പൈസ കൊടുക്കുന്നത് പോലും, കുറ്റിവെടി പോലും ആചാരമാണ്. അപ്പൊ അതൊക്കെ നിരോധിക്കാൻ പറയുന്നത് വേറെ ചില അജണ്ടകൾ, ഇതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന ചില ആൾക്കാരുടെ അജണ്ടകളാണ്. അതൊന്നും നടപ്പിലാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പല ആചാരങ്ങളും വൈകൃതങ്ങളായ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ ഞങ്ങൾ നിർത്താൻ പറഞ്ഞ കേൾക്കൂ. ഒരിക്കലും പാടില്ലാത്ത ആചാരങ്ങൾ നടത്തുന്നവരെ മുഖത്ത് നോക്കി നമ്മൾ പറയേണ്ടി വരില്ലേ? ഇത്തരം ആചാരങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വരും, ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരും, ഹിന്ദുവിനെ തിരിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പറയേണ്ടി വരില്ല. അത് പാടില്ലല്ലോ. ഇങ്ങോട്ട് ചൂണ്ടാതിരിക്കുക. ഹിന്ദുക്കളെ മുഖത്ത് നോക്കി ചൂണ്ടുമ്പോഴാണ് ഹിന്ദുക്കൾ തിരിച്ചും ചൂണ്ടുന്നത്. ഹിന്ദുക്കളെ ക്ഷേത്രങ്ങളെ ഹിന്ദുക്കളുടെ ആരാധനയും ആക്രമിക്കാതിരിക്കുക.
അത് പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളായിരുന്നാലും രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നാലും അല്ലെങ്കിൽ അത് തന്നെ അല്ലാതെ മതസംഘടനയിലെ ആൾക്കാരായിരുന്നാലും അത്തരം ആളുകൾ ഇത് മതസംഘടനകളെ ഹിന്ദു സംഘടനയെ ഒറ്റക്കെട്ട് ആക്രമിക്കാന്നുള്ള ധാരണ വേണ്ട. അത്തരം കാര്യങ്ങളൊക്കെ പണ്ടായിപ്പോയി. ഇപ്പോഴും ഒറ്റക്കെട്ടാണ്. ഇതിനകത്ത് നടപടികൾ വരുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് ആർട്ടിക്കിൾ 13 ഇപ്പോഴും പറയുന്നത് പിൻവലിക്കും. കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രവും ഏറ്റെടുക്കും. ഈ ദേവസ്വം ബോർഡ് വഴി ദേവസ്വം ബോർഡ് പിരിച്ചു വന്ന ഈ ദേവസ്വം ബോർഡ് 3 ദേവസ്വം ബോർഡ് ബിജെപിയുടെ ഒരു ലക്ഷ്യം ദേവസ്വം ബോർഡ് എന്നുള്ള തട്ടിപ്പാണ്. ഈശ്വര വിശ്വാസികളല്ല ദേവസ്വം ബോർഡിനകത്തുള്ളത്. ഒരു മെമ്പറായിട്ട് വരണം, ചെയർമാനായിരിക്കണം ഈശ്വര വിശ്വാസികളല്ല. അവർ അന്ന് നമ്മളെ ഈ ദീപാരാധന സമയത്ത് നിൽക്കുന്ന നിപ്പ് കണ്ട അവർ വേറെ ഏതോ കാര്യത്തിന് വന്നിട്ട് നിൽക്കുമ്പോഴാണ് നിൽക്കുന്നു. അവർക്കൊന്നും ക്ഷേത്ര ആചാരങ്ങളെ താല്പര്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ 18-ാം പടി കയറി പവിത്രമായി കയറി ചെല്ലുന്ന സ്ഥലത്തുള്ള ശ്രീകോവിലിന്റെ സകല പാളിയും പൊളിച്ച് കട്ടളയും പൊളിച്ച് മോഷണം നടത്തുന്ന ഒരു അവസ്ഥയിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതിന്റെ ഭരണസമിതി അംഗങ്ങളും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ചെയ്യുമ്പോൾ അത് ഗവൺമെന്റുകൾ സംരക്ഷിക്കപ്പെട്ടാൽ എന്തായിരിക്കും? കോടതികൾ തന്നെ താക്കീത് പറയുന്ന അവസ്ഥയെത്തിയില്ല. എത്രയോ പ്രാവശ്യം കോടതി താക്കീതില്ല. അതുപോലെ തന്നെ ശബരിമല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം അനിഷ്ടങ്ങളുണ്ടായി. ശബരിമലയില് സ്ത്രീ പ്രവേശനം 50 വയസ്സ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 12 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ വരാൻ പാടില്ല. അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. അതിന്റെ സ്ത്രീകളുടെ ശാരീരിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അങ്ങനെ ഒരു ആചാരം നിൽക്കുമ്പോഴും സ്ത്രീകൾ ഒരാൾ പോലും അറിഞ്ഞുകൊണ്ട് വരാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ആരും ചെയ്യാത്ത പ്രവർത്തി രഘുന ഫാത്തിമ ഹിന്ദു ആചാരത്തിന് വിരുദ്ധമാണോ? അല്ലേ? രഘുന ഫാത്തിമ, മേരി സൃഷ്ടി മറ്റേ കഴക്കൂട്ടത്തോളം, പിന്നെ ഒരു കനകദുർഗ, പിന്നെ ബിന്ദു, ഇതൊക്കെ ചില പേരൊക്കെ കാണുമ്പോൾ കറക്റ്റായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് പലതും ചിലതൊക്കെ കൺവെർഷൻ നടത്തിയിട്ടുള്ളതാണ്. ഈ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ കാണുമല്ലോ, പേരൊന്നായിരിക്കും, ഇപ്പോഴത്തെ പേര് വേറെ ആയിരിക്കും. അപ്പൊ അത്തരം ആളുകൾ ശബരിമലയിൽ സർക്കാർ സ്പോൺസറോടുകൂടി കൊണ്ടുവന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഹെൽമറ്റ് വെച്ച് കൊണ്ടുവന്ന് പരിപാവനമായ ശബരിമലയിൽ 18-ാം പടി കയറ്റി ശ്രീകോവിലിൽ കൊണ്ടുവന്ന് തൊഴിപ്പിക്കുക മാത്രമേ ചെയ്ത അവരുടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചില തുണികളൊക്കെ അവിടെ തെളിഞ്ഞു എന്ന് അത് സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. വാർത്തകളൊന്നും വലുതായിട്ട് വന്നില്ല. പക്ഷെ എങ്കിലും ഭഗവാന്റെ മുമ്പിൽ നടത്തിയ അത്തരം നാടകങ്ങൾ ഇന്ന് പലരും അനുഭവിക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വലിയ സമരമാണ് BJP കഴിഞ്ഞ സർക്കാരല്ല ഇപ്പോൾ നടത്തിയത്. ഇനിയിപ്പോ എക്സിറ്റ് പോൾ ഫലങ്ങളനുസരിച്ച് UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാർ മാറുകയാണെങ്കിൽ ആ സർക്കാരിനെതിരെ എങ്ങനെയായിരിക്കും BJPയുടെ ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണം? സമരം തുടരുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു വിശ്വാസത്തിനെതിരല്ല. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിശ്വാസം നമ്മളെതിരില്ല. നമുക്ക് നേരെ മാത്രം ചൂണ്ടി വരരുത്. നിങ്ങളെ വിശ്വാസത്തിനെ ചൂണ്ടിപ്പോയിട്ടില്ലല്ലോ, നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ലല്ലോ, നിങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആചാരങ്ങളെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന ആരാധനയുടെ കർമ്മങ്ങളെ കുറിച്ച് എന്തിനാ പറയുന്നത്? 10 മണിക്ക് ശേഷം ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താൻ കഴിയുന്നില്ല. പോലീസ് വന്ന് തടയും. എന്താ ഒരു ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം 10 മണിക്ക് ആഘോഷം നടത്താൻ പാടില്ലെന്ന് പറയും ഏത് ഭരണഘടനയാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇത് ഒരു വിഭാഗത്തിന് മഹാഭൂരിപക്ഷമുള്ള ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മഹാഭൂരിപക്ഷമായ ഹിന്ദുക്കളെ ഒരു ആചാരവും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പോയാൽ അത് അനുവദിക്കാൻ പറ്റില്ല. അത് LDF ഗവൺമെന്റ് വന്നാലും UDF ഗവൺമെന്റ് വന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് ഇതിനകത്ത് നിയമ പോരാട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള ചില മാറ്റങ്ങൾ, ആർട്ടിക്കിൾ 30 ഉൾപ്പെടെയുള്ള മാറ്റം വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതൊക്കെ ഇതിനകത്തുണ്ടാകും. പക്ഷെ നമ്മൾ മറ്റു മതങ്ങളെ ആക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ നമ്മൾ തയ്യാറല്ല. പക്ഷെ പത്രപ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു ദൈവങ്ങളെ ആക്രമിക്കുകയും അവരെ മോശമായി പറയുകയും ഹിന്ദു ആയിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെ ചൂണ്ടിക്കാണിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഇനി അത് വളരെ ദോഷകരമായിട്ട് മാറും.
അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി മാറും എന്ന് മാത്രമേ ഈ മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ക്ഷേത്രങ്ങളിലെ കൊള്ള അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ കെടുകാര്യസ്ഥത. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആരോപണങ്ങൾ ഉയരുന്നു. നമസ്കാരം.